ചക്രവർത്തിയുടെ കൽപ്പനയനുസരിച്ച് ജനങ്ങൾ ജനസംഖ്യ എടുക്കുന്നതിന് വേണ്ടി അവരവരുടേതായ നാടുകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ അന്നത്തെ യാത്രാ സൗകര്യങ്ങൾ വെച്ച് നോക്കിയാൽ കാൽനടയായും കഴുതപ്പുറത്തുമൊക്കെ ആളുകൾ പോകുന്ന ഒരു അന്തരീക്ഷമാണ്. എങ്ങും ജനങ്ങളുടെ പ്രയാണം ചെയ്ത് യൂദയായുടെ ബെത്ലഹേമിലെത്തിയ ആ യൗസേപ്പ് പിതാവിനും മറിയത്തിനും കുഞ്ഞിനെ പ്രസവിക്കുവാൻ ഒരു സ്ഥലം ലഭിക്കുന്നില്ല. സത്രത്തിൽ ഇടമില്ല. അവസാനം കഴുത്തിൽ കുഞ്ഞിനെ പ്രസവിച്ച് കിടത്തുന്നു. ഈ ഒരു സാഹചര്യം ഒന്ന് ചിന്തിച്ചു നോക്കുക. ചുറ്റും ജനക്കൂട്ടത്തിൻ്റേതായ ആ ആരവങ്ങൾ, ആ കാലിത്തൊഴുത്തിൻ്റെ ശാന്തതയിൽ കർത്താവും രക്ഷകനുമായ ദൈവപുത്രൻ മനുഷ്യനായിട്ട് ജനിക്കുന്നു. ഇന്നും ഇതുപോലുള്ള സാഹചര്യത്തിൽ ജനിക്കുന്ന കുട്ടികൾ ഉണ്ടായിരിക്കാം. പാതയോരങ്ങളിൽ ജനിക്കുന്ന ശിശുക്കൾ, അതുപോലെ തന്നെ യുദ്ധം സൃഷ്ടിക്കുന്ന അഭയാർത്ഥി കേന്ദ്രങ്ങളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ. ഈ കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിന് ആരുണ്ട്? ഇപ്രകാരമുള്ള സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന എളിയവരെ, പാവപ്പെട്ടവരെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ സംരക്ഷിക്കുവാൻ ആരുണ്ട്? പ്രിയമുള്ളവരെ, നാമാണ് ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്. കർത്താവായ ക്രിസ്തുവിൻ്റെ ജനനം അതാണ് നമ്മോട് ആവശ്യപ്പെടുന്നത്. ഈ ക്രിസ്തുമസിൽ ഒരു ദരിദ്ര സഹോദരിക്ക്, ഇനിയുമല്ലെങ്കിൽ ഒരു രോഗിക്ക്, ഒരു അത്യാവശ്യക്കാരന്, ഒരു ഭക്ഷണമില്ലാതെ, പാർപ്പിടമില്ലാതെ, വസ്ത്രമില്ലാതെ ഒക്കെ വിഷമിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു സഹായം എത്തിക്കാൻ നമ്മെക്കൊണ്ട് കഴിയുന്നെങ്കിൽ അതായിരിക്കും നമ്മുടെ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള നന്മ. ഏതെങ്കിലും രീതിയിൽ മറ്റുള്ളവരാൽ തിരസ്കരിക്കപ്പെടുന്നവർക്ക് നമ്മുടെ സ്നേഹവും കാരുണ്യവും സന്തോഷത്തിൻ്റെ അനുഭവം കൊടുക്കുവാൻ ഇടയാകട്ടെ. സന്തോഷത്തിൻ്റെ സദ്വാർത്തയായിട്ടാണ് മാലാഖ ഇടയന്മാർക്ക് കർത്താവിൻ ജനനത്തെ അവതരിപ്പിച്ചത്. ഇതാ സകല ജനതകൾക്കും വേണ്ടിയിട്ടുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. യൂദയായുടെ ബെത്ലഹേമിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഈ വലിയ ഒരു സന്തോഷ വാർത്തയാണ് ഓരോ വർഷവും ക്രിസ്മസിൽ നമ്മൾ വീണ്ടും ഉദീരണം ചെയ്യുന്നത്. പക്ഷേ നാം അത് ആലപിച്ചാൽ മാത്രം പോരാ, അത് വചനത്തിലൂടെ കൊടുത്താൽ മാത്രം പോരാ, പിന്നെയോ നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് അപ്രകാരമുള്ള ഒരു വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. പ്രിയമുള്ള സഹോദരന്മാരെ, മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയിലുള്ള എൻ്റെ ശുശ്രൂഷ ഞാൻ സമാപിപ്പിച്ചിരിക്കുകയാണ്. ഞാൻ കൊടുത്ത രാജി 2 പ്രാവശ്യം നൽകിയത് പരിശുദ്ധ പിതാവ് സ്വീകരിച്ചിരിക്കുന്നു. ഇത് സഭയോടുള്ള ഒരു വിപ്രതിപത്തിയല്ല, പിന്നെയോ എൻ്റെ അഭാവത്തിലും ഈ സഭയ്ക്ക് കൂടുതൽ ഗുണമുണ്ടാവുകയും കർത്താവായ ക്രിസ്തുവിൻ്റെ സുവിശേഷം കൂടുതൽ പ്രസംഗിക്കപ്പെടുകയും അതിൻ്റെ ഫലപ്രാപ്തി കൂടുതൽ നന്നായി നടക്കുകയും ചെയ്യുന്നുവെന്ന് വരികിൽ ഈ പ്രായാധിക്യത്തിൽ ഞാൻ മാറിക്കൊടുക്കുന്നത് നല്ലതാണെന്ന് ചിന്തിച്ചതുകൊണ്ടാണ് ഞാൻ മാറുന്നത്. കർത്താവിൻ്റെ സ്നേഹം നമ്മെ എല്ലാവരെയും ഇനിയും ഒരുമിപ്പിക്കട്ടെ, കൂട്ടായ്മ വർദ്ധിക്കട്ടെ. കർത്താവിൻ്റെ സന്തോഷവും സമാധാനവും എല്ലാ മനുഷ്യർക്കും സംലഭ്യമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അത്യുന്നതങ്ങളിലെ ദൈവത്തിൻ്റെ മഹത്വം ഭൂമിയിലെ മനുഷ്യരുടെ സമാധാനവും സംതൃപ്തിയുമായിട്ട് അവതരിക്കുവാൻ ക്രിസ്മസ് നമുക്ക് സഹായകമായി തീരട്ടെ. ദൈവത്തിന് സ്തുതി. എന്നെ ശ്രവിക്കുന്ന ഈ സൂര്യ TV പ്രേക്ഷകർക്കെല്ലാം ഞാൻ ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. വരാനിരിക്കുന്ന പുതുവത്സരം നിങ്ങൾക്ക് ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു നീർച്ചാലായി മാറട്ടെ എന്നും ആശംസിക്കുന്നു. ദൈവത്തിന് സ്തുതി.